രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സ്പീക്കറെ അറിയിച്ചിരിക്കുന്നുണ്ട്. ആ വാർത്ത വിശദാംശങ്ങളുമായി സലീം മാലിക് ചേരുന്നു. സലീമ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് സ്വാഭാവികമായും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താകുമ്പോൾ ഒരു സ്വതന്ത്ര MLA ആയി മാറുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇനി എന്തൊക്കെയായിരിക്കും തുടർ നടപടികൾ? രാഹുൽ മാങ്കൂട്ടത്തിൽ വരാനിരിക്കുന്ന സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളത് തന്നെയാണ് കൗതുകം. എന്താണ് വിവരങ്ങൾ? ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിലനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സ്പീക്കറെ ഔദ്യോഗികമായ തീരുമാനം പ്രതിപക്ഷ നേതാവ് അറിയിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സസ്പെൻഷൻ നടപടി ഉൾപ്പെടെയാണ് സ്പീക്കർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, പാർലമെന്ററി പാർട്ടിയിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗമല്ല എന്നുകൂടി പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ സസ്പെൻഷൻ പാർട്ടിയിലെ സംഘടനാ നടപടിയാണ്. അതുകൊണ്ട് തന്നെ അത് സ്പീക്കറെ അറിയിക്കണമെന്ന നിർബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ തീരുമാനം, ആ നിർബന്ധം ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഈ വിഷയം സ്പീക്കറെ അറിയിക്കണോ വേണ്ടയോ, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നതുൾപ്പെടെയുള്ള നീണ്ട ചർച്ചകളായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി കോൺഗ്രസിൽ നടന്നിരുന്നത്. അതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പങ്കെടുപ്പിക്കാൻ കഴിയില്ല, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷൻ നടപടി അറിയിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പാർട്ടിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ A ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ആ തീരുമാനത്തിനൊപ്പം നിന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പങ്കെടുപ്പിക്കണം എന്ന് മാത്രമല്ല, രാഹുൽ നിയമസഭയിലെത്തുമ്പോൾ സംരക്ഷണം ഒരുക്കണം, അത് പാർട്ടി തന്നെ സംരക്ഷണം ഒരുക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു A ഗ്രൂപ്പ് നേതാക്കൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിന് പിന്നാലെ പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം നേതാക്കളുടെ പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ കിട്ടുകയും ചെയ്തു. പക്ഷേ പ്രതിപക്ഷ നേതാവ് അതിലൊരു ഉറച്ച തീരുമാനമായിരുന്നു ആദ്യഘട്ടം മുതലെടുത്തത്. ആ തീരുമാനം ഒടുവിൽ പാർട്ടിക്കുള്ളിൽ വിജയിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ നേതാവ്, പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്പീക്കറെ അറിയിക്കേണ്ടത്. ഇന്ന് രാവിലെ വരെയും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോയിരുന്നു. അതിനൊടുവിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് കാണിച്ചുകൊണ്ടുള്ള KPCC അധ്യക്ഷന്റെ കത്ത് ഉൾപ്പെടെ സ്പീക്കർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തുകയാണെങ്കിൽ പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കേണ്ടി വരും. UDF-നൊപ്പം ഇരിക്കാൻ കഴിയില്ല. അതോടെ രാഹുലിന് ഇനി സഭയിലേക്ക് വരുമ്പോൾ സംരക്ഷണം കൊടുക്കേണ്ടത് സ്പീക്കറുടെ മാത്രം ഉത്തരവാദിത്തമായി മാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ നടപടി സ്പീക്കറെ അറിയിച്ചിരിക്കുന്നു. ഇനി പ്രതിപക്ഷത്തിന്റെ വിപ്പ് രാഹുലിന് ബാധകമല്ല, സഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുമെന്നും കണ്ടറിയേണ്ടതുണ്ട്.